ലോകത്തുള്ള സകല രാജ്യങ്ങളെയും അടക്കി ഭരിക്കാനും അവരിൽ നിന്നൊക്കെ അധിക ചുങ്കം ചുമത്താനുമൊക്കെ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇപ്പോൾ ഒരു ലൈംഗിക പീഡന കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശസ്ത എഴുത്തുകാരി ജീൻ കരോളിനെ $5.63 അതായത് 55 കോടിയിലധികം രൂപ നഷ്ടപരിഹാരം നൽകിയിരിക്കുകയാണ്. കരോളിനെ ഡൊണാൾഡ് ട്രംപ് ലൈംഗികമായി പീഡിപ്പിച്ചെന്നും അപകീർത്തിപ്പെടുത്തിയെന്നും 2023 ഒരു ജൂറി കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഉത്തരവിലൂടെയാണ് ഇപ്പോൾ ഈ തുക കൈമാറിയിരിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അക്കൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന ഈ തുക ട്രംപിന്റെ എതിർപ്പുകളെല്ലാം മറികടന്ന് കരോളിന്റെ അഭിഭാഷകരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. ജൂറി വിധിച്ച $5 ദശലക്ഷം അതിന്റെ പലിശയും ചേർത്താണ് നിലവിൽ $5.63 ദശലക്ഷം നൽകിയത്. കേസുമായി ബന്ധപ്പെട്ട് ട്രംപിൽ നിന്ന് കരോളിന് ലഭിക്കുന്ന ആദ്യത്തെ തുകയാണ്. 1996 മാൻഹട്ടനിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ട്രംപ് ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു കരോളിന്റെ പരാതി. ആരോപണങ്ങൾ നിഷേധിച്ച ഡൊണാൾഡ് ട്രംപ് കരോളിന്റെ വാദങ്ങൾ പച്ചക്കള്ളമാണെന്നും അവരുടെ പുസ്തകം വിറ്റഴിക്കാനുള്ള ഒരു തന്ത്രമാണെന്നും ആരോപിച്ചു. എന്നാൽ ഈ കേസിൽ കഴിഞ്ഞ മാസം ഡൊണാൾഡ് ട്രംപ് നൽകിയ അപ്പീൽ അമേരിക്കൻ സുപ്രീം കോടതി തള്ളിയതോടെയാണ് ഈ തുക കൈമാറാൻ വഴിയൊരുങ്ങിയത്. തുക കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ട്രംപിന്റെ അഭിഭാഷകർ നേരത്തെ അപ്പീൽ കോടതിയെ സമീപിച്ചിരുന്നു. കരോൾ ഈ തുക മറ്റാർക്കോ ദാനം ചെയ്യാനുള്ള നീക്കമാണെന്നും അങ്ങനെ ചെയ്താൽ പിന്നീട് കേസിൽ അനുകൂല വിധി വന്നാലും പണം തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുമായിരുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള വാദം. എന്നാൽ വിരമിക്കൽ കാലത്തെ ആവശ്യങ്ങൾക്കായി ഈ പണം ബാങ്കിൽ നിക്ഷേപിക്കും എന്നാണ് കരോൾ കോടതിയെ അറിയിച്ചത്. ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ വസ്ത്രം മാറുന്ന മുറിയിൽ വെച്ച് ട്രംപ് ലൈംഗികമായി പീഡിപ്പിച്ചത് 2019 പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പിൽ കരോൾ വെളിപ്പെടുത്തിയിരുന്നു. അതേ തുടർന്ന് ട്രംപ് അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ച് കരോൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. കരോളിന് ഇപ്പോൾ നഷ്ടപരിഹാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അവരുടെ അഭിഭാഷകർ അറിയിച്ചപ്പോൾ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദത്തിൽ ട്രംപിന്റെ നിയമ സംഘം ഉറച്ചു നിൽക്കുകയാണ്. വസ്ത്രം മാറുന്നതിനിടെ എഴുത്തുകാരിയെ പീഡിപ്പിച്ച കേസിൽ ട്രംപ് നഷ്ടപരിഹാരം നൽകേണ്ടത് 42 കോടി രൂപയാണ്. ലൈംഗിക അതിക്രമത്തിന് 17 കോടിയും മാനനഷ്ടത്തിന് 25 കോടി രൂപയുമാണ് കോടതി ട്രംപിന് ശിക്ഷ വിധിച്ചിരുന്നത്. എന്നാൽ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ട്രംപിന്റെ വക്താവ് അറിയിച്ചിട്ടുണ്ട്. 1996 സംഭവം നടക്കുന്നത്. എഴുത്തുകാരിയായ കരോളിന് ഇപ്പോൾ 80 വയസ്സ് പ്രായമുണ്ട്. എന്നാൽ ഇത്രയും കാലം അമേരിക്കയിൽ ഏറെ സ്വാധീനമുള്ള ധനികനായ ട്രംപിനെ പേടിച്ചിട്ടാണ് ആരോപണം ഉന്നയിക്കാത്തതെന്നാണ് കരോൾ പറയുന്നത്. നഷ്ടപരിഹാരം നൽകുന്നത് വൈകിപ്പിക്കണം എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം ഫെഡറൽ കോടതി തള്ളുകയായിരുന്നു. ന്യൂയോർക്കിലെ ഫെഡറൽ ജില്ലാ ജഡ്ജി ലൂയിസ് ക്ലാപ്നാണ് ട്രംപിന്റെ അപേക്ഷ ജൂലൈ 4 തള്ളിക്കളഞ്ഞത്. കേസിൽ തന്റെ പ്രധാന അഭിഭാഷകനായിരുന്ന ജസ്റ്റിൻ സ്മിത്ത് ഫെഡറൽ അപ്പീൽ കോടതിയുടെ ജഡ്ജിയായി നിയമനം കിട്ടി പോയതുകൊണ്ട് ഈ കേസ് ഉപേക്ഷിച്ചതായും പുതിയ അഭിഭാഷകനായ ജോഷ് ആൽപോണിന് കേസ് പഠിക്കാൻ ഇനിയും കൂടുതൽ സമയം ആവശ്യമാണെന്നുമാണ് ട്രംപ് കോടതിയെ അറിയിച്ചത്. എന്നാൽ കരോളിന്റെ അഭിഭാഷകർ കേസ് മനഃപൂർവ്വം വൈകിപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നും ഇനി ഇക്കാര്യത്തിൽ കാലതാമസത്തിന് അവസരമില്ലെന്നും കോടതിയെ അറിയിക്കുകയായിരുന്നു. അതേസമയം മറ്റൊരു അപകീർത്തി കേസിൽ കരോളിനെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ 2024 ട്രംപ് $8.33 കോടി നഷ്ടപരിഹാരം നൽകണമെന്ന് മാൻഹട്ടനിലെ മറ്റൊരു ജൂറി വിധിച്ചിരുന്നു. ആ കേസിലെ അപ്പീലിൽ ഇപ്പോഴും നിയമ നടപടികൾ തുടരുകയാണ്.